ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. ഇന്ന് വന്നിരിക്കുന്ന ഗാരേജിലെ വിശേഷങ്ങളും പിന്നെ ഇവിടെ നടക്കുന്ന അപ്ഡേഷൻ കാര്യങ്ങൾ, അതായത് ഓരോ വാഹനങ്ങൾ എത്രത്തോളം ആയി എന്നൊക്കെ കസ്റ്റമേഴ്സിന് അറിയാൻ താല്പര്യം ഉണ്ടാവില്ലേ. അപ്പോൾ അത് കാരണമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പെർഫ്യൂം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഗോദ്രേജിൻ്റെ ആണ്. ഇതാദ്യം പൊട്ടിച്ചിട്ട് എൻ്റെ വണ്ടിയിൽ എവിടെയെങ്കിലും സ്ഥാപിക്കാം. ഇതിൻ്റെ പരസ്യമൊന്നുമല്ല കേട്ടോ, ഇതാണ് സംഭവം. ഇതൊന്ന് പൊട്ടിക്കത് മൊത്തം പൊട്ടിക്കണ്ട, എനിക്ക് ഭയങ്കര സ്മെല്ല്. എനിക്ക് വണ്ടി വരണത് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. എത്രത്തോളം പൊട്ടിച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ല സ്മെല്ല് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യണം. തൽക്കാലം നമുക്ക് പിന്നെ ഇവിടെ അങ്ങോട്ട് വെക്കാം. തൽക്കാലം ഈ ഒരു ഇതിൽ അങ്ങോട്ട് വെക്കാം. ഇവിടെ വിളിക്കട്ടെ അല്ലേ. ഈ എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടികളുടെ മേലൊന്നും ഈ സാധനം കൊണ്ട് വെക്കരുത് കേട്ടോ. എയർ ബാഗ് ഈ ഒരു പൊസിഷനിൽ വരാം, അതേപോലെ തന്നെ ഇവിടെയും വരും. അപ്പോൾ ആ ഏരിയകളിലൊന്നും ഒരു സാധനം വെക്കരുത്. നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ ഗ്ലാസ്സുമ്പോൾ ഞാൻ CarJJ എന്നുള്ള ലോഗും അതേപോലെ തന്നെ CarJJ എന്നും പറഞ്ഞിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ, ഏറ്റവും ബാക്ക് ഗ്ലാസ്സിൽ. അപ്പോൾ നമ്മൾ CarJJയിലേക്ക് എത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ ഒരു നാഡോഗ്രെ കിടക്കുന്നുണ്ട്. നമ്മളുടെ ഇവിടെ നിന്ന് പോയൊരു വണ്ടിയാണ്, ചെറിയൊരു പണിയായിട്ട് നമുക്ക് വന്നിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് കാണിച്ചു നിങ്ങൾക്ക്. നമ്മൾ എൻ്റെ വണ്ടി ചെയ്താണ് മാതിരി തന്നെ സ്ലിംഗ് മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു വണ്ടിയും ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് സ്പോർട്ടി വിൻസ് ടൈ സപ്പോർട്ടുള്ള രീതിയിലുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു നമ്മുടെ ക്രിസ്റ്റയ്ക്കൊക്കെ പറഞ്ഞൊരു കളറല്ലേ ഇത്, ആ കളറും ബ്ലാക്ക് കളറിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ലിംഗ് മെറ്റീരിയൽ നാപ്പ മെറ്റീരിയൽ, രണ്ട് മെറ്റീരിയലും ഒന്നിനൊന്നും മെച്ചമാണ്. കൂടുതലും നാപ്പയിൽ പോണത്. പക്ഷേ സ്ലിങ്ങിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ലെതർ എന്നൊക്കെ പറഞ്ഞ കാറ്റഗറിയാണ്. നാപ്പ എന്ന് പറഞ്ഞാൽ നോർമൽ റെക്സിനാണ്, പക്ഷേ പ്രീമിയം മോഡലിന് റെക്സിനാണ് കേട്ടോ. ആ ടൈപ്പിലാണ് സ്ലിങ്ങിലാണ് ഈ ഒരു വണ്ടിയുടെ സീറ്റ് വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. സ്റ്റീരിംഗ് വീലും കാര്യങ്ങളൊക്കെ ഇത് ക്രിസ്റ്റയുടെ സ്റ്റീരിംഗ് വീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ക്രിസ്റ്റയുടെ അല്ല, ഇത് ഫോർച്യൂണറിൻ്റെ സ്റ്റീരിംഗ് വീലാണ്. നമ്മുടെ ആര്യം ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. വേറൊരു വണ്ടിയുണ്ട്, നാളെ പോവാൻ ഡെലിവറി ചെയ്യാനുള്ളൊരു വണ്ടിയാണ്. ഒരു വണ്ടി ഇത് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ഫുള്ളും കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമുള്ള സെറ്റിങ് കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൂത്തിരിക്ക് വന്നാലും ഇവിടെ വേറൊരു പേൾ വൈറ്റാണ്, അതടിച്ച് പൂത്തിരിട്ടിട്ടുണ്ട്. വൈറ്റ് എന്താണാവോ ഈ ഇടയായിട്ട് ഇപ്പോൾ കണ്ടിട്ട് വൈറ്റ് വണ്ടികളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. എക്സോസ്റ്റിൻ്റെ ഭയങ്കര ശബ്ദം ഉണ്ടാവും ഇവിടെ. നമ്മുടെ ആര്യയുടെ ബാക്ക് ബമ്പർ നിങ്ങൾക്കറിയാം, അതൊരു വലിയ രീതിയിലുള്ള ബമ്പറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് നമ്മൾ ബമ്പറും കാര്യങ്ങളെല്ലാം ഓൾട്ടർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലുള്ള ബമ്പറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഫോർച്യൂണറിൻ്റെ ബമ്പറാണ്. ഇവിടെ പകുതിയിൽ നിന്ന് അങ്ങോട്ട് താഴേക്ക് അതിൻ്റെ മുകളിലേക്കുള്ള ഭാഗം ആര്യയുടെ ബമ്പറും. അപ്പോൾ അത് ഓൾട്ടർ ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ. എസ് ക്രോസ് ഫുൾ പുട്ടി വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ പാർട്സുകളും കാര്യങ്ങളൊക്കെ റെഡിയാണ് കേട്ടോ. പുട്ടി വർക്ക് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രൈമർ കോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതേപോലെ മറ്റൊരു വണ്ടി ഇവിടെ പ്രൈമർ കോട്ടും ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. വണ്ടി കസ്റ്റമർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള അപ്ഡേഷനാണ് കേട്ടോ. 6794 എന്ന് പറഞ്ഞ വണ്ടി പ്രൈമർ കോട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. 53 പറഞ്ഞിട്ടുള്ള വണ്ടിയും പ്രൈമർ കോട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ഫ്രണ്ട് സെറ്റിങ് പെയിൻറ്റിങ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നു കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ എത്ര നമ്പർ 1999 എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി പ്രൈമർ കോട്ടിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി നിൽക്കുന്നുണ്ട്. അടുത്ത് പെയിൻറ്റിങ്ങിന് കയറാൻ നിൽക്കുന്ന വണ്ടി. അതേപോലെ ഇത് മേജർ പാച്ച് വർക്ക് ഉണ്ടായിരുന്നൊരു വണ്ടിയാണ്. ഈ ഒരു വണ്ടി മേജർ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. ഇത് ഈ ഒരു വണ്ടി മേജർ പാച്ച് വർക്കിനേക്കാളും മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെയർ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ലോക്കൽ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലൈൻ്റാണ് ഏറ്റവും കൂടുതൽ ഈ വണ്ടിക്ക് വന്നിരുന്നത്. ഇന്നർ വശം കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ഡോറുകളെല്ലാം റിമൂവ് ചെയ്ത് ഇന്നറിലടക്കം പെയിൻറ്റ് റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ പ്രൈമർ കോട്ടും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ തീർക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ഏരിയകളിലൊക്കെ പുട്ടിയവർക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്കും ലോക്കൽ പെയിൻറ്റിങ് ചെയ്ത് റിമൂവ് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോഴാണ് ഈ ഏരിയകളിലൊക്കെ പുട്ടിയവർക്ക് കാര്യങ്ങളൊക്കെ വരാം കേട്ടോ. ഈ ഒരു ഏരിയയിലുള്ള രണ്ടോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരു ഏരിയ ആയിരിക്കും എല്ലാ വണ്ടികളും.
അപ്പോൾ ഇതിനങ്ങനെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉള്ള കാരണമാണ് ഇങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോൾ 4 ഡോറ് ബാക്ക് ഡിക്കി അടക്കം 5 പാനലുകളും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് അയച്ചെടുത്ത് ഫുള്ളായിട്ട് ഇപ്പോൾ പ്രൈമർ കോട്ട് പ്രൈമർ കോട്ട് ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. പ്രൈമർ കോട്ടും കാര്യങ്ങളെല്ലാം ഫ്രെയിമിൻ്റെ ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം ഇതിൻ്റെ സ്പോട്ടുകളും കാര്യങ്ങളെല്ലാം തീർത്ത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഇനിയിപ്പോൾ ഡോറും കാര്യങ്ങളൊക്കെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡോറാണിത്. ഓക്കെ, ഡോറിൻ്റെ പ്രൈമർ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നല്ലേ? ഫ്രണ്ട് റൈറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നിൽക്കുകയാണ് ഈ വണ്ടി നമ്പർ ഞാൻ അതിൽ വ്യക്തമാക്കല്ല, ഇത് കസ്റ്റമർക്ക് അറിയാം, ഓൾറെഡി അറിയാതെന്ന്. നമ്മളൊരു കർണാടക രജിസ്ട്രേഷൻ വണ്ടി ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആളുടെ വേറൊരു വണ്ടി ഇവിടെ ഇട്ടിട്ടാണ് ആൾ പോണത് കേട്ടോ. അപ്പോൾ ആ വണ്ടി ഡെലിവറി ചെയ്ത സമയത്ത് തന്നെ കസ്റ്റമർ മറ്റൊരു വണ്ടി നമ്മൾക്ക് ഇവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു, നിസാൻ്റെ മൈക്ര. അപ്പോൾ ആ ഒരു വണ്ടിയുടെ പ്രൈമർ കോട്ടും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അടിക്കാൻ എന്താ 2K ക്വാളിറ്റിയിലുള്ള ഗ്യാപ്സിയുടെ പ്രൈമറാണ് അടിക്കുന്നത്. അതിനുശേഷം ഇത് പെയിൻറ്റിങ്ങിന് കയറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി അതായത് ഈ ഒരു വണ്ടിയായിരുന്നു നമ്മൾ കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അവർ മറ്റൊരു വണ്ടി നമുക്ക് ഇവിടെ ഇട്ടിട്ട് പോയിട്ടാ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൈമർ കോട്ടും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാനായിട്ട് പോകുന്നു. മറ്റൊരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്യൂസ് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ടാക്സി വണ്ടിയായിരുന്നു. വണ്ടി നമ്പർ ഞാൻ വ്യക്തമാക്കുന്നില്ല. വണ്ടിയുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വർക്കിന് വേണ്ടിയിട്ടാണ് വന്നത്. ബാക്കിൽ ഡിക്കി അതേപോലെ തന്നെ 2 സൈഡ് ഫെൻഡറും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വണ്ടിയുടെ. പക്ഷേ ബോഡി ഭാഗങ്ങൾ നോക്കുമ്പോൾ കണ്ടോ പൊട്ടിയാണ്, ഒരുപാട് ലെയർ പൊട്ടി അടിച്ച് കയറ്റിയിട്ടാണ്. അതായത് ടെസ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന പരിപാടി ഒക്കെ ചെയ്യില്ലേ ചിലവർ, കസ്റ്റമറെ പറഞ്ഞിട്ട് കാര്യമില്ല, വർക്ക് ചെയ്ത ആൾക്കാരാണ് പറയേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് വരുന്ന പ്രശ്നങ്ങളാണിത്. കണ്ടോ നല്ല രീതിയിൽ കട്ടിയിൽ പൊട്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ഏകദേശം തീർത്തിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ പുതിയത് കൊണ്ടുവന്ന ഫ്രണ്ടും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അത് പുതിയത് പർച്ചേസ് വലിയ ഉപകാരമായി. കാരണം ആ ഒരു ഏരിയ അങ്ങനെ തന്നെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. 2 സെന്നെ നമ്മൾക്ക് പെയിൻറ്റിങ്ങിന് വേണ്ടി ഫുൾ പെയിൻറ്റിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട്. ഫുൾ റീസ്റ്റോറേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. പക്ഷേ സെന്നമാരുള്ള വാഹനങ്ങൾ വരുമ്പോൾ ഓൾറെഡി നമ്മൾ സമയം എന്തായാലും കരുതണം. കാരണം നമ്മുടെ ഒരു ഇന്നോവ പണിയണ ആ ടൈമിനേക്കാളും കൂടുതൽ വരും ഈ ഒരു ചെറിയ വണ്ടി പണിയാനായിട്ട്. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, അതങ്ങനെയാണ്. അത് ചെറിയ ഏരിയകളിലും ഗ്രൂവുകളിലൊക്കെ പാച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ മിക്കവാറും സെന്നുകളിലൊക്കെ വരാറുണ്ട്. ഈ 2 വണ്ടി, ഈ ഒരു വണ്ടി മേജർ പാച്ച് ഇല്ലെന്ന് തോന്നല്ലേ, കുറച്ചുള്ളൂ. പക്ഷേ ഈ ഒരു വണ്ടി പാച്ച് വർക്ക് ഉണ്ട്. ഈ ഒരു വണ്ടിയുടെ കഴിഞ്ഞിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരണതാണ്. സെന്നെ നമ്മൾ ഇപ്പോൾ 2.5 സെന്റ് എടുത്താണ്. ഇതിപ്പോൾ ആ വണ്ടി വന്നപ്പോൾ നമ്മൾക്ക് നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ടൈം എടുക്കുമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മളിവിടെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇട്ട് പോയതാണ്. 2 ആളും അത് ആ രീതിയിൽ ഇട്ട് പോയിട്ടുള്ള വണ്ടികളാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാം. കാരണം ഇപ്പോൾ ഓരോരോ വണ്ടികൾ തീർന്നുകൊണ്ടിരിക്കും, അടുത്ത വണ്ടികൾ കിട്ടും കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ അങ്കമാലിയിൽ നിന്ന് വന്നിട്ടുള്ളൊരു വണ്ടിയാണ്. വണ്ടിയുടെ പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രൈമർ കോട്ട് ആപ്ലിക്കേഷൻ നടത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഈ ഒരു വണ്ടി ആണ് ഇപ്പോൾ അടുത്തത് പെയിൻറ്റ് ചെയ്യാൻ പോണത് കേട്ടോ. ഒരു ടാക്സി രജിസ്ട്രേഷൻ വണ്ടിയാണ് അടുത്തത് ലൈനിൽ നിൽക്കുന്നത്. അടുത്തത് ബൂത്തിൽ നമ്മൾ കയറ്റാൻ പോണ വണ്ടി ഈ ഒരു വണ്ടിയാണ്. വണ്ടിക്ക് പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ നോർമലായിട്ടുണ്ടായുള്ളൂ, മേജർ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ പ്രൈമർ കോട്ടും കാര്യങ്ങളെല്ലാം 2K ക്വാളിറ്റിയുള്ള പ്രൈമർ കോട്ട് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഇത് സാൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. 600 പേപ്പർ ഇട്ടിട്ട് ഫുള്ളായിട്ട് സാൻഡ് ചെയ്യും. അതിനുശേഷം ഫ്രണ്ട് സെറ്റ് ചെയ്യും, ബൂത്തിലേക്ക് കയറ്റും. പിന്നെ ഇവിടെ കിടക്കുന്ന 2 വണ്ടിയാണ് ഈ ഒരു വണ്ടിയും അതേപോലെ തന്നെ ഈ ഒരു വണ്ടിയും. 2 വണ്ടിയുടെ അവസ്ഥ നോക്കണമെങ്കിൽ മേജറായിട്ടുള്ള പാച്ച് വർക്കാണ്. പാച്ച് വർക്ക് എല്ലാ ഗ്യാരേജുകളിലും 1-2 ആൾക്കാരുണ്ടാവുള്ളൂ. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. നമ്മളിവിടെ 3 ആളുണ്ട്, എന്നാൽ പോലും വണ്ടിയുടെ പാച്ച് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോൾ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നാലും സൈഡ് വശങ്ങളിലൊക്കെ കുറച്ചുകൂടി പാച്ച് വർക്ക് ഈ ഒരു വണ്ടിയുടെ ബാക്കിയുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ പാച്ച് വർക്ക് കുറച്ച് ബാലൻസ് നിൽക്കുകയാണ്. ഈ ഒരു വണ്ടിയുടെ മറ്റുള്ള പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീലാർച്ച് ഉണ്ടല്ലോ, ഇന്നലെ തന്നെ വീലാർച്ച് 2 സൈഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ വരുന്ന ഈ ഒരു പീസും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ 2 പീസും നമുക്ക് എന്തായാലും റീപ്ലേസ് ചെയ്യണം. അല്ലാണ്ട് കണ്ട വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ കണ്ടോ ആ ഒരു ഏരിയ അങ്ങോട്ട് മാറ്റിയാലാണ് ബാക്കിയുള്ള പണികൾ ഇനിയിപ്പോൾ നടത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ CarJJ V2 പണി നടക്കണതിൻ്റെ ഡീറ്റെയിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളിവിടെ വർക്ക് നടക്കണവരുടെയും
ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ മിക്ക വണ്ടികൾ കാണിച്ചിട്ടുണ്ട്, കുറച്ച് വണ്ടികൾ ഇനിയും തുടങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഏകദേശം വർക്കിംഗ് പ്രോഗ്രസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ വണ്ടിയുടെ സ്റ്റാറ്റസൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് CarJJയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വ്ളോഗുകളായിട്ട് ഇടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ. ഇനിയിപ്പോൾ നമുക്ക് CarJJ V1-ലെ വീഡിയോസും കാര്യങ്ങളൊക്കെ നാളത്തെ ഒരു വ്ളോഗായിട്ട് നിങ്ങൾക്ക് കാണാം. അവിടുത്തെ വർക്കിംഗ് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അറിയണ്ടേ. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും